പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇവർക്ക് ഇവരെ ചേട്ടൻ്റെയും ചേച്ചിൻ്റെ കൂടിൻ്റെ അടുത്ത് ഒരു പരിശോധന ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാ. കൂട്ടിക്ക് കയറാൻ കുറേ നേരമായി ശ്രമിക്കുന്നുണ്ട്. ഒന്നും നോക്കില്ല, രണ്ടെണ്ണത്തിന് തൂക്കിയെടുത്ത് കുഞ്ഞൂസിൻ്റെ കുഴലും കിട്ടും കേട്ടോ. കുഞ്ഞൂസ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഈശ്വര ഞാൻ പെട്ടല്ലോ എന്നുള്ളൊരവസ്ഥയിൽ അവളുടെ സാമ്രാജ്യത്തേക്കല്ലേ കയറി വന്നത്. എന്നാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ ഈയിടെയായിട്ട് ശങ്കരനെ വല്ലാണ്ട് നോട്ടിടുന്നുണ്ട് കേട്ടോ. ശങ്കരിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ അവളെ വേണ്ട, അവനെ മാത്രം മതി എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരാണെങ്കിലോ കിട്ടിയ അവസരത്തിൽ പ്രത്യേകിച്ച് ശങ്കരി കുഞ്ഞൂസിനെ എങ്ങനെ കയറി കടിച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ. ഒരു വടി എടുത്ത് പറഞ്ഞിട്ട് പോലും ആൾ കേൾക്കുന്നില്ല. ഒരു പക്ഷേ എൻ്റെ കയ്യിലുള്ള വടി കണ്ടിട്ടാണോ കുഞ്ഞൂസ് ഇത്ര സൈലൻ്റായി നിൽക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഈശ്വര, ഈ കുരുപ്പിലൊന്നും ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭാവം എൻ്റെ കുഞ്ഞൂസിനുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊരു ഇടങ്ങണ്ണിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടെണ്ണത്തിന് അവന് ശരിയാക്കും കേട്ടോ. മാക്സിമം ക്ഷമ അവൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഇടങ്ങാറായി. കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ നെല്ലിപ്പല അങ്ങോട്ട് ഇളകിക്കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് എടുത്തങ്ങോട്ട് എറിയലായിരിക്കും. പിന്നെ വല്ലാണ്ട് അവിടെ നിർത്താതെ രണ്ടെണ്ണത്തിന് താഴെ ഇറക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കേട്ടോ. ഇവിടെ ധാരണ കൂട്ട് കയറി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണമൊക്കെ ഇവർക്ക് കിട്ടും, കൂട്ടിൽ എപ്പോഴും ഫുഡ് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ. താഴെ ഇറക്കിയതും പാത്രം കണ്ടപ്പോൾ അതൊന്നും ഞാൻ തിന്നുന്നുണ്ട്. ഭാഗ്യത്തിന് ഞാൻ ആ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശശി ആയെങ്കിലും രണ്ടെണ്ണം അവിടെ നിന്ന് പോരാൻ മാർഗ്ഗമില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം ഇങ്ങോട്ട് എടുത്തിട്ടപ്പോൾ അവൾ വേഗം ബാക്ക് സൈഡ് പോയിട്ടോ. എവിടുന്നെങ്കിലും എന്തെങ്കിലും പരതണമെന്നാണ്. അവസാനം വടി എടുത്ത് ഇങ്ങനെ നീക്കി ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ടോ. പിന്നെ കുഞ്ഞൂസ് നേരെ പുറത്തേക്ക് വന്നിട്ട് അവളെ നോക്കിയിരിക്കുന്നത്. അവളെ മാത്രമല്ല അവനെയും നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കിടക്കുന്നു ശങ്കരി ഇപ്പുറത്ത്. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. സംഗതി അതിന് തന്നെ. ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങണം, വീഡിയോ എടുക്കാനും നമ്മൾ സമ്മതിക്കുന്നില്ല, ഇങ്ങോട്ട് താടി ഭക്ഷണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് കേട്ടോ. അയ്യോ, ഇനി കിട്ടുന്നവരെ എൻ്റെ കുഞ്ഞ് അങ്ങനെ കിടക്കട്ടോ. ഇതിൻ്റെ ഇടയിൽ ശങ്കരൻ്റെ ഒച്ച കേട്ടിട്ട് നോക്കിയപ്പോൾ അത് ഓടി വരുന്നുണ്ട് ശങ്കര കേട്ടോ. എന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. പിന്നെയാണ് കത്തിയത്. അവൾ അവനെ കഴുത്ത് പിടിച്ച് തൂക്കി കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്.